കുരയ്ക്കും പട്ടി കടിക്കില്ല. ദീന എന്ന തത്തയ്ക്ക് വയസ്സ് 6 പ്രായാധിക്യത്താൽ അതിന് പുറത്തൊന്നും പോകാനായില്ല. സദാസമയവും മരപ്പൊത്തിൽ തന്നെ കഴിയും. മകൻ സവിത്രനും മരുമകൾ ദ്രുമയും എന്തെങ്കിലും കൊണ്ടുവരും. അത് കൊത്തി തിന്ന് കിടന്നുറങ്ങും. നല്ല കാലത്ത് ദീന തീറ്റ തേടി പോകാത്ത സ്ഥലങ്ങൾ കുറവായിരുന്നു. കൂട്ടുകാരോടൊത്ത് പറന്നു പറന്ന് വയലേലകളും ചെറുപുഴയും കടന്ന് പട്ടണത്തിന്റെ അടുത്തുവരെ എത്തുമായിരുന്നു. കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ തന്നെ കാണാൻ പട്ടണത്തിൽ നിന്നും കുട്ടികൾ വരാറുള്ള കാലത്തെക്കുറിച്ച് ദീന ഓർത്തു. അതൊക്കെ കഴിഞ്ഞ കാലം. ഇന്ന് പറക്കാൻ തന്നെ വയ്യെന്നായി. ഏതാനും തവണ ചിറകുകൾ വീശുമ്പോഴേക്കും കിതച്ചു പോകും. പഴയതുപോലെ ഒന്നും ഇനി നടക്കില്ല. വയസ്സു മാറായല്ലോ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദീനയിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. മുത്തശ്ശി 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 എന്താ ഏമ്പക്കം വിടുന്നേ? എന്താ തിന്നേ? മുത്തശ്ശിയിൽ നിന്നും ഉയർന്ന നെടുവീർപ്പു കേട്ട് സവിത്രന്റെ കുട്ടികൾ അടുത്തുകൂടി ചോദിച്ചു. ഏമ്പക്കമല്ല മക്കളെ, ഓരോ കാര്യങ്ങൾ ഓർത്ത് നെടുവീർപ്പിട്ടതാണ്. മുത്തശ്ശി കൊച്ചുമക്കളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ആട്ടെ, നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ? ദീന കൊച്ചുകുട്ടികളോടായി ചോദിച്ചു. പഠിക്കാനൊക്കെയുണ്ട്. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് 20 തവണ എഴുതി വരാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നിട്ടാണോ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്? വേഗം പനയോലയെടുത്ത് എഴുത്. ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് എഴുതിക്കൊള്ളാം മുത്തശ്ശി. പൂച്ച എന്തിനാ നമ്മെ പിടിക്കുന്നത്? പൂച്ചകൾ അങ്ങനെയാണ് മക്കളെ. ചില പൂച്ചകൾ നമ്മെ കൊന്നു തിന്നും. മറ്റു ചില പൂച്ചകൾ കളിച്ചു രസിക്കാൻ നമ്മെ കൊല്ലും. അതൊക്കെ അവരുടെ ഒരു രസമാണ്. മുത്തശ്ശി, ഞങ്ങൾ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പാച്ചി വലിയമ്മയുടെ വീടിനടുത്ത് വെച്ച് ഒരു കണ്ടമ്പൂച്ചിയെ കണ്ടു. അവൻ ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടിനെയും പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനേ തോന്നുന്നില്ല. അവൻ ഞങ്ങളെ കൊന്നു തിന്നില്ലേ. ഓ, കണ്ടനാണോ? അവനെ മക്കൾ പേടിക്കേണ്ട. അവന് തീരെ ധൈര്യമില്ല. വീരസ്യം പറഞ്ഞ് നടക്കുന്നവർ അത് ചെയ്യാൻ വീര്യമുള്ളവരല്ല മക്കളെ. നിങ്ങൾ അവനെ കണ്ടാൽ കൊത്താനായി പറന്നു ചെന്നാൽ മതി, അവൻ ഓടിപ്പൊയ്ക്കോളും. തത്തക്കുട്ടികൾക്ക് സമാധാനമായി. അവർ വേഗം ഹോംവർക്ക് ചെയ്യാനായി പനയോലയുമെടുത്ത് അകത്തേക്ക് പോയി. അടുത്ത ദിവസം അവർ സ്കൂളിൽ പോകുമ്പോൾ കണ്ടം പൂച്ചയെ കണ്ടു. തത്തക്കുട്ടികളെ കണ്ടപ്പോൾ കണ്ടനൊന്നു മുരണ്ടു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു. വേഗം തിന്ന് കൊഴുക്ക്, എന്നാലേ എനിക്ക് ഒരു നേരത്തേക്കെങ്കിലും തികയൂ. തത്തക്കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ മുത്തശ്ശി കൊടുത്ത ധൈര്യത്തിൽ കണ്ടന്റെ നേർക്ക് പറന്നെടുത്തു. ദേഷ്യപ്പെട്ടു വരുന്ന തത്തക്കുട്ടികളെ കണ്ടപ്പോൾ കണ്ടന്റെ ഉള്ളൊന്നു കാളി. അവൻ തിരിഞ്ഞൊരു ഓട്ടം വെച്ചു കൊടുത്തു. തിരിഞ്ഞുപോലും നോക്കാതെ ഓടുന്ന കണ്ടനെ കണ്ടപ്പോൾ തത്തക്കുട്ടികൾക്ക് ചിരി വന്നു. മുത്തശ്ശി പറഞ്ഞത് എത്ര ശരിയാണ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. അവർ ഓർത്തു. പിന്നീടവർ ഒരിക്കലും കണ്ടനെ പേടിച്ചിട്ടില്ല.